നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടേതല്ലാത്തൊരു കാരണം കൊണ്ട് ജീവിതം വളരെ കഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശത്രുദോഷങ്ങളാണ്. ഈ ശത്രുദോഷം അനുഭവിക്കാത്തതായിട്ട് ഉള്ള ആരും തന്നെ കാണില്ല നമ്മുടെ ഇടയിൽ. നമുക്കറിയാം, പലപ്പോഴും ഒരാളുടെ വളർച്ചയിലാണ് ശത്രുദോഷം ഏറ്റവും കൂടുതലായിട്ട് മറ്റൊരാൾ ബാധിക്കുന്നത്. അപ്പോൾ ഈ ശത്രുദോഷത്തിന് വേണ്ടി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അനേകം ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അനേക തരത്തിലുള്ള പൂജ ചെയ്യിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ശത്രുദോഷം എന്ന് പറയുന്നത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ താമസിക്കുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരമുള്ളൊരു ശത്രുദോഷത്തിന് പരിഹാരമായിട്ട് സ്വയം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ശത്രുവിൻ്റെ കണ്ണ് കെട്ടുന്ന ഒരു വിദ്യയാണിത്. ഇത് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്വയം ചെയ്യാൻ സാധിക്കും. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇനി ശത്രുദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ഫടിക കുപ്പിയിൽ, അതായത് ഗ്ലാസിൻ്റെ കുപ്പിയിലായിട്ടുള്ള കുറച്ച് നല്ലെണ്ണ, ശത്രു സ്ത്രീയാണെങ്കിൽ വെള്ളിയുടെ സ്ത്രീരൂപം, ശത്രു പുരുഷനാണെന്നുണ്ടെങ്കിൽ വെള്ളിയുടെ പുരുഷരൂപം, കുറച്ച് അരിയും നെല്ലും, അതുപോലെ തന്നെ 7 തിരി, ചന്ദനത്തിരിയല്ല, കത്തിക്കാനുള്ള എണ്ണ നനച്ച തിരി. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. ഇനി ചെയ്യാനായിട്ട് വേണ്ട ചില തിഥിയും പക്കവും ഒക്കെ നോക്കി വേണം ചെയ്യാൻ. എല്ലാ ദിവസവും ഇതിന് നമുക്ക് ശത്രുദോഷത്തിന് അനുയോജ്യമായ ഒരു ദിവസമല്ല. അതുകൊണ്ട് തന്നെ ശത്രുദോഷ പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഒരു സമയ കാലഘട്ടം എല്ലാ മാന്ത്രികരും നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു കർമ്മം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ശത്രു അടക്കത്തിന്, ശത്രുദോഷത്തിന് ജ്യോതിഷവിധി പ്രകാരം പറയുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ഇത്തരത്തിലുള്ള രജോ ഗുണപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസമാണ് നല്ലത്. അതുപോലെ ചൊവ്വാഴ്ച ദിവസം ഒരു 8 മണി 8:30 ശേഷമാണ് ഏറ്റവും അനുയോജ്യമായ സമയം, അതായത് രാത്രിയിൽ. അപ്പോൾ ഈ ഒരു സമയവും ഈ ഒരു ദിവസത്തിനും വളരെയധികം പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. കാരണം ക്ഷേത്രങ്ങളുടെ നടകളെല്ലാം അടച്ചതിന് ശേഷം, അത്താഴ പൂജയെല്ലാം കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും ഉചിതമായ സമയം എന്നുള്ളത് കൊണ്ട് ആ സമയത്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്ന സമയം. ഇനി ഈ വെള്ളിയുടെ ആൾരൂപം, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ ആൾരൂപം നമ്മൾ അത് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതൊരു വാഴയിലയിൽ വയ്ക്കുക. വച്ചതിന് ശേഷം വളരെ നിസ്സാരമാണ് ആ ഒരു കർമ്മം. ആ കർമ്മത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ അരിയും നെല്ലും പൂവും അല്പം വെള്ളത്തിൽ നനച്ചിട്ട് 5 പ്രാവശ്യം നിങ്ങളെ ഒഴിയുക എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്കാണ് ഒഴിയേണ്ടത്. നിങ്ങളുടെ ശിരസിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒഴിയണം. ഇങ്ങനെ പുറത്തേക്ക് 5 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഈ പാവയുടെ മുകളിലേക്ക് വയ്ക്കുക. അതിനുശേഷം അത് 5 പ്രാവശ്യം ഒഴിയുക, ഓരോ പ്രാവശ്യം പൂവെടുക്കുമ്പോൾ 5 പ്രാവശ്യം, അങ്ങനെ 5 പ്രാവശ്യം പൂവെടുത്ത് ഒഴിയണം. അപ്പം മൊത്തം 25 പ്രാവശ്യം നമ്മൾ ഒഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 5 പ്രാവശ്യം, ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ 5 പ്രാവശ്യം ഒഴിഞ്ഞു വയ്ക്കണം. പിന്നെ എടുത്തിട്ട് 5 പ്രാവശ്യം, അങ്ങനെ 5 പ്രാവശ്യം വീതം 5 പ്രാവശ്യം ഒഴിയണം. അതിനുശേഷം ഈ തിരി എണ്ണയിൽ മുക്കിയത് നമ്മൾ ഇതുപോലെ തന്നെ 5 തിരിയുണ്ട്, ഓരോ തിരിയും 5 പ്രാവശ്യം വീതം ഒഴിയണം. അങ്ങനെ ഒഴിഞ്ഞ് അതും ഈ പാവയിലേക്ക് വയ്ക്കണം. പാവയിലേക്ക് വച്ചതിന് ശേഷം നിങ്ങളുടെ ശിരസിൽ നിന്ന് അല്പം മുടിയും എടുത്ത് വലതേ കാലിൻ്റെ പെരുവിരലിലെ നഖം കുറച്ച് മുറിച്ച് അതും ഈ പാവയുടെ മുകളിൽ നിങ്ങൾ വയ്ക്കുക. വച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ വാഴയില മടക്കി നൂല് കൊണ്ട് കെട്ടണം. കെട്ടിയതിന് ശേഷം ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും ഉൾപ്പെടെയാണ് കെട്ടുക. അങ്ങനെ കെട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നല്ലെണ്ണയുടെ കുപ്പിയിലേക്ക് ഇട്ട് അടപ്പിട്ട് ടൈറ്റായിട്ട് മുറുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുറുക്കിയ ആ നല്ലെണ്ണ കുപ്പി നിങ്ങൾക്ക് കൊണ്ടുവന്ന് എവിടെയാണത് നിക്ഷേപിക്കേണ്ടതെന്നുള്ളതാണ് പ്രത്യേകത. അത് നിങ്ങൾക്ക് പാലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കുഴിച്ച് മൂടാൻ പറ്റും. അതല്ലെങ്കിൽ പാലുള്ള വൃക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ശിഖരത്തിൽ അത് കെട്ടിത്തൂക്കി ഇടാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിത് കൊണ്ടുവന്ന് നല്ല ഒഴുക്കുള്ള ഒരു ജലാശയത്തിൽ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് ഇടാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം.
ഇനി ഇത് 3 ഇല്ല എന്നും പറഞ്ഞിട്ട് എന്നെ ആരും വിളിക്കരുത്. 3 ഇല്ലാത്തവർ ചെയ്യാൻ പോകണ്ട. രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ മാത്രം ഇത് ചെയ്താൽ മതി. ഇത് പാതി മനസ്സിലാക്കി ചെയ്യേണ്ട. ബാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് എന്നെ വിളിക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം എനിക്കിത് പറഞ്ഞു തരാനായിട്ടുള്ള സമയമില്ല. വീഡിയോയിലൂടെ പറയുന്നുണ്ട്, മനസ്സിലാക്കിയ ആൾക്കാർ മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തമായ ഉദ്ദേശം. ഇനി ഇങ്ങനെയുള്ളൊരു കർമ്മം ചെയ്താലുള്ള ഫലം എന്താണെന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെയൊരു കർമ്മം ചെയ്തുകൊണ്ട് നമുക്കുണ്ടാകുന്നൊരു ഗുണം, നമ്മളുടെ പല പ്രവർത്തനങ്ങൾക്കും ശത്രുവിന് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾ ഓരോ ചെയ്യുന്നത് മുൻകൂട്ടി, നിങ്ങളെക്കാൾ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് പലപ്പോഴും ശത്രു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും വഴിപാട്, പ്രാർത്ഥന, അതുപോലെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികളൊന്നും തന്നെ ശത്രുവിനെ വ്യക്തമായി ബോധ്യമാകാനായിട്ട് സാധിക്കില്ല. ശത്രുവിൻ്റെ കണ്ണടക്കം അല്ലെങ്കിൽ കണ്ണ് കെട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കർമ്മം. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ജയകുമാർ ശർമ്മ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം തരുന്നു. നന്ദി, നമസ്കാരം. Like, share, subscribe.